ഹായ് ഫ്രണ്ട്സ്, KPS ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ നിങ്ങൾ ഫസ്റ്റായിട്ട് കാണുന്നവരാണെങ്കിൽ ഫസ്റ്റ് തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണാം. ശ്രുതി പറയാണ് സച്ചിയോട്, സച്ചി വാട്ട് ഈസ് ദിസ്? നിങ്ങൾക്കെന്താ തീരെ മാനേഴ്സ് ഇല്ലേ? നിങ്ങൾ എന്തൊക്കെയായി കാട്ടിക്കൂട്ടുന്നത്? ബിഹേവ് യുവർ സെൽഫ്. അപ്പോൾ സച്ചി ശ്രുതിയോട് പറയാണ്, എൻ്റെ അച്ഛനെ പറയാനുണ്ടല്ലോ, നിങ്ങളെന്തിനാ എൻ്റെ അച്ഛനെ പറയുന്നത്? അടിച്ച് ഇവനെ ഇത്രയും വളർത്തിയത് അച്ഛനല്ലേ, പഠിപ്പിച്ചത് അച്ഛനല്ലേ, ഇത്രയൊക്കെ എന്നിട്ട് ചെയ്തു വെച്ചിട്ട് എന്നിട്ട് അവൻ അച്ഛനെ കുറ്റപ്പെടുത്തുക. അപ്പോൾ ശ്രുതി പറയാണ്, ദേ എൻ്റെ മുന്നിൽ വെച്ച് എൻ്റെ ഹസ്ബൻഡിനെ പറയരുത്. പൊതു സ്ഥലത്ത് വെച്ച് എങ്ങനെ പെരുമാറണമെന്ന് നിനക്കറിയില്ല. രേവതി പറയാണ്, അത് നീ നിൻ്റെ ഹസ്ബൻഡിനോട് പോയി പറയും, അയാളെ പറഞ്ഞു പഠിപ്പിക്കേ. എന്തൊക്കെയാ അച്ഛൻ അയാളെക്കുറിച്ച് പറഞ്ഞത്? അപ്പോൾ ശ്രുതി പറയാണ്, ഞാൻ ഇനിയും പറയും അച്ഛനെക്കുറിച്ച്. അച്ഛൻ കാരണം എല്ലാം സംഭവിച്ചത്. അപ്പോൾ സച്ചിക്ക് ദേഷ്യം പിടിക്കുകയാണ് അച്ഛനെ പറയുന്നതുകൊണ്ട്. എടാ എന്ന് പറഞ്ഞ് അവൻ വീണ്ടും അടുക്കുകയാണ്. പറയോടാ എന്ന് പറഞ്ഞവൻ ശ്രുതിയുടെ വിരൽ പിടിച്ച് ഓടിക്കുകയാണ്. പിടിച്ചിട്ട് കിട്ടുന്നില്ല ആർക്കും. ശ്രീകാന്തവും രേവതിയും ഒക്കെ പിടിച്ചു വെക്കുന്നുണ്ട്. സച്ചി വിട് എന്തായി കാണിക്കുന്നത്? ശ്രീകാന്ത് പിടിച്ചു വെക്ക്. ശ്രുതി നോക്കട്ടെ എന്ത് പറ്റി, കൈ നോക്കട്ടെ. ശ്രുതി പറയാണ്, രേവതി നീ അവനെ പറഞ്ഞ് മനസ്സിലാക്കാതെ അവനെ സപ്പോർട്ട് ചെയ്യാണോ? ശ്രുതി പറയാ, എന്തൊക്കെയാണ് അവൻ കാട്ടിക്കൂട്ടുന്നത്? അപ്പോൾ രേവതി പറയാണ്, നീ നിൻ്റെ ഹസ്ബൻഡിനെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക, അവൻ എന്തൊക്കെയാണ് പറയുന്നത്. രേവതി, ഇവരോടൊന്നും സംസാരിക്കേണ്ട കാര്യമില്ല, നീ എൻ്റെ മുമ്പിൽ നിൽക്കാതെ പോയിക്കോ എന്ന് പറയാണ് ശ്രുതിയോട്. അല്ലെങ്കിൽ നിൻ്റെ കൈ ഞാൻ തല്ലി ഓടിക്കും. പോടാ ശ്രുതി പറയാണ്. ശ്രുതി വാ നമുക്ക് ഹോസ്പിറ്റലിൽ പോവാം. ശ്രുതിയെയും കൂട്ടി ഹോസ്പിറ്റലിലേക്ക് പോവാണ്. ശ്രീകാന്ത് പറഞ്ഞ് ഞാനും വരാം, എൻ്റെ പിന്നാലെ പോവാണ്. സച്ചിക്ക് ദേഷ്യം വിട്ട് മാറുന്നില്ല. എന്നിട്ട് പിന്നാലെ പോയിട്ട് പറയാണ്, അച്ഛനാണത്രേ കുറ്റക്കാരൻ, ഇത്രയൊക്കെ ചെയ്തിട്ടും അവനെ ന്യായീകരിക്കുക. പിന്നെ രേവതിയോട് പോയിട്ട് പറയാണ്, കാശും കൊണ്ട് ഇറങ്ങിപ്പോയവനെ വീട്ടിൽ കയറ്റിയത് തെറ്റായിപ്പോയി, കാശ് കൊണ്ടുവന്നിട്ട് വീട്ടിൽ കയറ്റിയാൽ മതിയായിരുന്നു. അവൻ്റെ വർത്തമാനം കേട്ടാൽ തോന്നും അവൻ്റെ ക്യാഷ് അച്ഛനാണ് എടുത്ത് ഓടിയതെന്ന്. ജീവിതകാലം മുഴുവൻ ആ പാവം വേർപ്പൊഴുക്കി ഉണ്ടാക്കിയ കാശാ അവൻ ഒരു ദിവസം കൊണ്ട് നശിപ്പിച്ചത്. എന്നിട്ട് കുറ്റം മുഴുവനും അച്ഛന്. അന്ന് ക്യാഷ് കൊടുക്കരുതെന്ന് 1000 പ്രാവശ്യം ഞാൻ പറഞ്ഞു, എന്നിട്ട് കേട്ടില്ല. അവനെ വിശ്വസിച്ച് ക്യാഷ് കൊടുത്തു. അതിൻ്റെ ഫലമാണ് ഇപ്പോൾ അനുഭവിക്കുന്നത്. എല്ലാം ചെയ്തു കൂട്ടുക, എന്നിട്ടും പച്ച പാവത്തിനെ പോലെ അഭിനയിക്കുക. എങ്ങനെ വേണമെങ്കിലും അവൻ അഭിനയിക്കും. സൂത്രശാലി അവൻ. നീ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അവൻ്റെ കാര്യം വിട്ട് കളിക്കില്ല. രേവതിയോട് സച്ചി പറയാണ്, ആ പെണ്ണിന് അവൻ്റെ തനി സ്വഭാവം മനസ്സിലാവില്ല. ലോകത്ത് അവളോടല്ലാതെ വേറെ മറ്റാരോടും അവന് ഇഷ്ടമില്ല. കാര്യം നേടാനായി അവൻ അഭിനയിക്കും, അത്ര തന്നെ. സച്ചി രേവതിയോട് പറയാണ്, ഞാൻ ഇത്രയും പറഞ്ഞിട്ട് നീ നോക്കി നിൽക്കുകയല്ലാതെ വേറെ എന്താ ഒന്നും പറയാത്തേ? ഞാൻ അവനെ അടിച്ചതിൽ തെറ്റുണ്ടോ? ഞാനെന്ത് പറയാനാ? ഞാൻ ആരെ തല്ലിയാലും നീ തന്നെയാണല്ലോ കുറ്റം പറയുക. ഞാനിപ്പോൾ ചെയ്തത് തെറ്റാണെന്നുള്ള അഭിപ്രായം ഉണ്ടോ നിനക്ക്? ഇല്ല. അപ്പം ഞാൻ അവനെ തല്ലിയത് ശരിയാണല്ലേ? ശരിയാണ്. ശരിയല്ല, അച്ഛനെ പറയുന്നത് വരെ കാത്തു നിൽക്കണ്ടായിരുന്നു. നമ്മളുടെ ഇത് സഹതാപ കല്യാണമെന്ന് പറഞ്ഞില്ലേ, അപ്പം തന്നെ കൊടുക്കണമായിരുന്നു. എല്ലാം ചേർത്താണ് അവന് കൊടുത്തത്. അവൻ്റെ ഭാര്യ ആവശ്യമില്ലാതെ സംസാരിക്കുന്നത് കേട്ടല്ലോ. അവന് പറ്റിയ പെണ്ണിനെ തന്നെയാണ് അമ്മ കണ്ടെത്തി കൊടുത്തത്. ചുമ്മാ വേഷം കെട്ടി വന്നു. മര്യാദയ്ക്ക് ഭക്ഷണം കഴിക്കാൻ പോലും പറ്റിയില്ല. നിനക്കെന്ത് വേണം? നമുക്ക് വേറെ എവിടെയെങ്കിലും പോയി കഴിക്കാം. എനിക്കൊന്നും വേണ്ട, നമുക്ക് വീട്ടിലേക്ക് പോകാം. വരുന്നില്ല എന്ന് നീ ആദ്യം പറഞ്ഞതാ, ഞാനാ നിർബന്ധിച്ച് കൂട്ടിക്കൊണ്ടുവന്നത്. അതിങ്ങനെയായിപ്പോയി. കല്യാണം കഴിഞ്ഞ് വന്നതിന് ശേഷം നമ്മൾ ഒരുമിച്ച് ഒരു പാർട്ടിക്കും പോയിട്ടുമില്ല. അതാ ഞാൻ വേഗം വന്നത്. എൻ്റെ സുഹൃത്തിൻ്റെ പാർട്ടിക്ക് പോലും പോകാൻ പറ്റിയില്ല. അന്ന് നീ പ്രശ്നം ഉണ്ടാക്കി. അറിയാം. അല്ല, അന്ന് എൻ്റെ ഭാഗത്തും തെറ്റുണ്ട്. തൊട്ടപ്പുറത്തൊരു ഹോട്ടലുണ്ട്, അവിടെ നല്ല പൊറോട്ടയും നല്ല മട്ടനും കിട്ടും. നമുക്കവിടെ പോകാം. സച്ചി രേവതിയോട് പറയാം. എനിക്കൊന്നും വേണ്ട, എനിക്ക് വിശക്കുന്നില്ല. അപ്പോൾ സച്ചി പറയാണ്, അപ്പോൾ നിനക്ക് ഭക്ഷണം വേണ്ടേ? വേണ്ട. നിനക്ക് വിശക്കുന്നുണ്ടോ? വിശക്കുന്നുണ്ട്, പക്ഷേ നിനക്ക് പുറത്തുനിന്ന് വേറെ ഭക്ഷണം വേണ്ടെങ്കിൽ എനിക്കും വേണ്ട. വീട്ടിൽ ചെന്ന് പഴം കഴിച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. നീ വന്ന് വണ്ടി കയറ്. പിന്നെ രേവതി പറയാണ്, വീട്ടിലിനി എന്തൊക്കെ നടക്കുമോ ആവോ, കണ്ടറിയണം. നടക്കാൻ അയാളുടെ വിരലൊടിച്ചില്ലേ നിങ്ങൾ? ഇപ്പോൾ ഹോസ്പിറ്റലിൽ പോയിട്ടല്ലേ ഉള്ളത്? ഇനിയിപ്പോൾ ഇതറിഞ്ഞ അമ്മ വെറുതെ ഇരിക്കുമോ? അത് ശരിയാ. ഇനിയിപ്പോൾ അമ്മയുടെ യുദ്ധത്തിന് നിൽക്കണം. അവൻ ചെന്ന് അമ്മയുടെ മുമ്പിൽ വെച്ച് കരയും. അതോടെ അമ്മയുടെ ഭാവം മാറും. എന്തായാലും വീട്ടിൽ പോകാതിരിക്കാൻ പറ്റില്ലല്ലോ. നീ വന്ന് കാറിൽ കയറ്. ശ്രുതിയും വീട്ടിലെത്തി. അപ്പോൾ ഒടിഞ്ഞ വിരലൊക്കെ കെട്ടിയിട്ടാണുള്ളത്. അവിടെ അടുത്ത് ടേബിളിനരികിൽ വന്നിട്ട് സച്ചി പഴം തൊളിച്ച് തിന്നാണ്. അപ്പോൾ ചന്ദ്രയ്ക്ക് ദേഷ്യം വന്നു. ചന്ദ്ര പറയാണ്, ഇങ്ങനെ ഒരു റൗഡിയാണല്ലോ ഞാൻ പ്രസവിച്ചത്. സച്ചി ഒന്നും അറിയാത്ത മട്ടിൽ ചിരിക്കുകയാണ്. അപ്പോൾ ചന്ദ്ര പറയാണ്, ഇവൻ എന്തായി ചെയ്തു വെച്ചിരിക്കുന്നത് കണ്ടില്ലേ? മോൻ്റെ കൈ ഒടിച്ചു. അപ്പോൾ ശ്രീകാന്ത് പറയാണ്, കൈയല്ല അമ്മേ, കൈ വിരള ഒടിച്ചത്. നീ മിണ്ടരുത്. നിൻ്റെ ഒരു പാർട്ടി. നീ ഇവരെ വിളിച്ചിരുന്നു എന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ ശ്രുതിയെയും വിടില്ലായിരുന്നു. ഒറ്റകളുടെ റേഞ്ച് എന്ത്, ഇവരുടെ റേഞ്ച് എന്ത്? ചന്ദ്രൻ, നീ ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ? അപ്പോൾ സച്ചി പറയാണ്,
അച്ഛാ, ഇവരുടെ റേഞ്ചിനനുസരിച്ച പാർട്ടിക്ക് നമ്മൾ അമേരിക്കയിലാണ് മറ്റാ പോകേണ്ടത്. വലിയ പാർട്ടി ആയിരിക്കും. പിന്നെ ചന്ദ്ര സച്ചിയോട് നീ മിണ്ടാതിരിക്കുന്നത് നല്ലത്. ദേഷ്യം വന്നാൽ ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്തു പോവും. ഉവ്വോ ഉവ്വോ ദേഷ്യം വരുന്നുണ്ടോ? എങ്കിൽ അവൻ്റെ ബാൻഡേജ് ഇട്ട ആ വിരലുണ്ടല്ലോ, അതിൽ പോയി കടിക്കും. പിന്നെ ശ്രുതിയോട് പറയാണ്, എടാ ഇവനുള്ളിടത്ത് നീ എന്തിനാ പോയത്? ഇവൻ ഏത് സമയം എന്ത് ചെയ്യുമെന്ന് ഇവന് തന്നെ അറിയില്ല. കുരങ്ങൻ്റെ ബുദ്ധിയാ, കണ്ടില്ലേ കുരങ്ങനെ പോലെ പഴം കഴിക്കുന്നത്. അപ്പോൾ സച്ചി പറയാണ്, നിങ്ങളെ വയറ്റിലല്ലേ പിറന്നത്, അപ്പോൾ പിന്നെ അങ്ങനെയല്ലേ കാണിക്കൂ. ഇങ്ങനെ ഒന്നാണ് എന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ നിന്നെ പ്രസവിക്കില്ലായിരുന്നു. ഇങ്ങനെയുള്ളൊരു അമ്മയാണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ വേറെ വല്ലവരുടെയും വയറ്റിൽ പിറന്നേനെ. പിന്നെ അച്ഛൻ, എന്തൊക്കെയാ നിങ്ങളീ പറയുന്നേ? എൻ്റെ മോൻ, ഈ മഹാഭാവി എൻ്റെ മോൻ്റെ കൈയിൻ്റെ എല്ലൊടിച്ച് കളഞ്ഞു. എല്ല് വിരലിൻ്റെ അല്ല, വിരലുകളുടെ. കാരണം 2 എണ്ണം ഒടിച്ചിട്ടുണ്ട്. ചന്ദ്ര പറയാണ്, വേദനയുണ്ടോ മോനെ? അപ്പോൾ സച്ചി, ഇല്ലെങ്കിൽ പറയണം, അടുത്ത 2 വിരലും കൂടി ഒടിച്ചു തരാം. എടാ ശ്രീകാന്തേ, നീ അവനെ നോക്കിയേ, 2 വിരൽ മാത്രം വേർവിട്ട് നിൽക്കുന്നത് കണ്ടില്ലേ? ഈ സെൽഫി എടുക്കുമ്പോൾ വിരലിങ്ങനെ കാണിക്കുന്നില്ലേ, എന്താ അതിന് പറയുക? പീസ് ഔട്ട്. അങ്ങനെയുണ്ട് അവൻ്റെ വിരൽ കാണാൻ. അതുപോലില്ലേ അവൻ്റെ വിരലിരിക്കുന്നത്, നീ ഒന്ന് നോക്കിയേ. അപ്പോൾ ശ്രുതി പറയാണ്, എടാ നീ എന്നെ കളിയാക്കുകയാണോ? ഞാൻ വേണ്ടാന്ന് വിചാരിച്ചിട്ടാ. ദേഷ്യം വന്നാലുണ്ടല്ലോ, അപ്പോൾ അവൻ്റെ ആ കൈ തന്നെയാണ് കാണിച്ചത്. അപ്പോൾ അവന് കൈ വേദനിച്ചു. എന്നിട്ട് മറ്റേ കൈ കൊണ്ട് പറയാണ്. അപ്പോൾ സച്ചി പറഞ്ഞു, ആഹാ നിനക്ക് ദേഷ്യം വരുമോ? ചിരിപ്പിക്കാതെടാ, നിൻ്റെ ദേഷ്യം ഒന്ന് കാണട്ടെ. ദേഷ്യപ്പെടാ നീ. അപ്പോൾ ശ്രുതിക്ക് ദേഷ്യം വന്നു. ശ്രുതി, ഏയ് സ്റ്റോപ്പ് ഇറ്റ്. ഇതെന്താ ട്രാഫിക് സിഗ്നലോ? സ്റ്റോപ്പ് എന്നെല്ലാം പറയാ? മനുഷ്യനായാലേ കുറച്ച് മാനേഴ്സും ഡീസൻസും ഒക്കെ വേണം. നിങ്ങൾക്കത് രണ്ടും ഇല്ല. ശ്രീകാന്തേ, എന്താണ് ഇവർ പറയുന്നത്? നീ ഉണ്ടാക്കിയ പുതിയ ഡിഷിൻ്റെ പേരാണോ ഇത്? നിങ്ങളുടെ ഏട്ടനല്ലേ, അല്പെങ്കിലും റെസ്പെക്റ്റ് കൊടുത്തൂടെ നിങ്ങൾക്ക്? യവനൊക്കെ എന്തിന് റെസ്പെക്റ്റ് കൊടുക്കണം? സച്ചി ചിരിക്കുകയാണ്. ശ്രുതി എണീറ്റു. എന്നിട്ട് പറയാണ്, കൊടുത്തിരിക്കണം, നിനക്ക് തട്ടിക്കളിക്കാനുള്ള പന്തല്ല ശ്രുതി. ചന്ദ്ര, മോളെ ശ്രുതി ഇരിക്കും മോളെ, നീ ദേഷ്യം പിടിക്കല്ല, നീ ടെൻഷനാവാതെ. ഹോട്ടലിൽ വെച്ച് തന്നെ ഞങ്ങളെ വല്ലാതെ ഇൻസൾട്ട് ചെയ്തു ഇവൻ. അവിടെയുള്ളവരൊക്കെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. നാണം കെട്ടിക്കളഞ്ഞു ഇവൻ. ചന്ദ്ര പറയാണ്, ഇത്രയും കാലം ഇവൻ കാരണം ഞാനും നാണം കെട്ടുകൊണ്ടിരിക്കുക. ഞാനും നാണം കൊണ്ടിരിക്കുക എന്ന് പറയുമ്പോൾ അവൻ ചോദിക്കുക, ആണോ? നിങ്ങളെ മോൻ മണ്ഡപത്തിൽ നിന്ന് ഓടിപ്പോയില്ലേ, അപ്പം നാണം കെട്ടില്ലേ? അപ്പം ശ്രീകാന്ത് പറയുക, എന്തിനാ ഇതൊക്കെ ഇപ്പോൾ പറയുന്നേ? ഈ വൃത്തികെട്ടവനുണ്ടാക്കിയ അത്രയും നാണക്കേട് ഞാൻ ഉണ്ടാക്കിയിട്ടില്ല. സച്ചി ചന്ദ്രയോട് പറയാം. ഇവൻ്റെ പൊന്നാര അമ്മയുടെ കാര്യം നിൽക്കട്ടെ, നീ എന്തറിഞ്ഞിട്ടാ ഇവനിക്ക് സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നേ? അപ്പോൾ ശ്രുതി എണീച്ച് എന്നിട്ട് പറയാണ്, നീയെന്നോ? ശ്രുതി ആരാണെന്ന് നിനക്കറിയില്ലേ? ഇങ്ങനെ ഒരാളെ വേറെ ഞാൻ കണ്ടിട്ടേ ഇല്ല. ശ്രുതി പറയാ, കുടിയൻ, റൗഡി, ഇങ്ങനെ ഒരാളുള്ളിടത്ത് ഞാൻ ഇങ്ങനെയാണ് കഴിയുക ആൻറ്റി. ഓർക്കുമ്പോൾ തന്നെ പേടിയാവുക. അപ്പം രേവതി, നിർത്ത്, വായി തോന്നിയതൊക്കെ വിളിച്ച് പറയുക. ഇപ്പം എന്ത് റൗഡിത്തര ഇദ്ദേഹം കാണിച്ചത്? അപ്പം ചന്ദ്ര, ഏയ് ശബ്ദം കൂടുന്നുണ്ടല്ലോ. നീ ഇവനെ ന്യായീകരിക്കേണ്ട. അല്ല, നീ പറഞ്ഞ് ഇവനെ കൊണ്ട് തല്ലിച്ചതാണോ എൻ്റെ മോനെ? അമ്മേ, അവർ അടി വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അതിന് കാരണം അവരുടെ നാക്കാ. അപ്പോൾ ശ്രുതി, ഹലോ ശ്രുതി, എന്താ ചെയ്തേ? ഞങ്ങൾ മാന്യമായിട്ട് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സ്ഥലത്ത് നിൻ്റെ ഹസ്ബൻഡ് വന്നിട്ട് തല്ലിയായിരുന്നില്ലേ? ഓ, മാന്യമായ സംസാരമോ? ഇദ്ദേഹം ആരെയും കാരണമില്ലാതെ അടിക്കാറില്ല. ഇയാൾ അച്ഛനെക്കുറിച്ച് വേണ്ടാത്തത് പറഞ്ഞു, അതാ അടിക്കാൻ കാരണം. അച്ഛനെ എന്തിനാണ് കുറ്റപ്പെടുത്തിയത്? ഇയാൾ തെറ്റ് ചെയ്തിട്ട് അച്ഛനാണോ കുറ്റക്കാരൻ? അത് കേട്ടിട്ട് ചുമ്മാതിരിക്കണോ? ഇയാളെ തല്ലിയതിൽ ഒരു കുറ്റവും ഇല്ല. നീ പറഞ്ഞല്ലോ കുടിയനാണ്, റൗഡിയാണ് എന്നൊക്കെ. ഇദ്ദേഹം അധ്വാനിച്ചുണ്ടാക്കിയ കാശിനാണ് ഇദ്ദേഹം കുടിക്കുന്നത്. അതിന് നിനക്കെന്താ? നിൻ്റെ കാശിനാണോ കുടിക്കുന്നത്? ഇദ്ദേഹം കുടിച്ചാൽ ഇദ്ദേഹത്തിൻ്റെ ആരോഗ്യം നശിച്ചു പോകും, അല്ലാതെ മറ്റുള്ളവരെ നശിപ്പിക്കില്ല. കുടിക്കുന്നത് എനിക്കിഷ്ടമല്ല, അതിനെ ഞാൻ പ്രോത്സാഹിപ്പിക്കുകയല്ല. പക്ഷേ നീ കുടിയനെന്ന് വിളിക്കുന്നത് കേട്ട് നിൽക്കാൻ മാത്രം എനിക്ക് പറ്റില്ല. നീ പറഞ്ഞല്ലോ നിനക്കിവിടെ ജീവിക്കാൻ കഴിയുന്നില്ല എന്ന്. അതിന് മാത്രം എന്ത് റൗഡിത്തര ഇദ്ദേഹം ഇവിടെ കാണിച്ചത്? ചന്ദ്ര, എടി, നീ നിർത്തിക്കോ, അതാ നിനക്ക് നല്ലത്. ഇവളോട് സംസാരിക്കാൻ മാത്രം നീ വളർന്നോ? അപ്പോൾ സച്ചി പറയാണ്, ഇവൾക്കെന്താ കൊമ്പുണ്ടോ? ഇവൾ സംസാരിക്കുമ്പോൾ നിങ്ങൾ മിണ്ടാതിരുന്നല്ലോ, അതെന്താ? രേവതി സംസാരിക്കുമ്പോൾ മാത്രം ചാടി വീഴുന്നത്. ചന്ദ്ര, ഓ, 2 പേരും ഒരുമിച്ച് തീരുമാനിച്ച് ഇറങ്ങി തിരിച്ചിരിക്കുക അല്ലേ? ചന്ദ്ര ശ്രുതിയോട് പറയാണ്, ശ്രുതി, നിൻ്റെ ഒന്നും റേഞ്ചിന് പറ്റിയതല്ല ഇവർ. ഇവറ്റകളോട് സംസാരിക്കാതിരിക്കുന്നതാ നല്ലത്. ഇവരാരാണാവോ? വലിയ രാജാവും റാണിയോ? അച്ഛനെ പറഞ്ഞതിന് ഇത്രയും കൊടുത്താൽ പോരവന്. അടിച്ചവനെ. സച്ചി ശ്രുതിയെ അടിക്കാനായിപ്പോയി. അപ്പോൾ ശ്രുതി ഇടയിൽ വീണിട്ട് പറയാണ്, തൊട്ട് പോകരുത്. എന്നിട്ട് അവൾ വിരൽ ചൂണ്ടി പറയാണ്, ശ്രുതിയുടെ മേൽ കൈവച്ചാലുണ്ടല്ലോ. അപ്പോൾ സച്ചി,
കൈവെക്കുന്നില്ല, കാല് വെച്ചാലോ? ഒറ്റ ചവിട്ട് കൊടുക്കും ഞാൻ ഇവന്. അപ്പോൾ അച്ഛൻ ഇടപെട്ട് അച്ഛൻ പറയാണ്, ഏയ് സച്ചി, കുറച്ചെങ്കിലും സിവിലൈസ് ആയിട്ട് പെരുമാറിക്കൂടെ നിങ്ങൾക്ക്? അപ്പോൾ സച്ചി പറയാണ്, ഞാനെന്തിന് സിവിൽ എഞ്ചിനീയറെ പോലെ പെരുമാറണം? അപ്പോൾ ചന്ദ്ര, കേട്ടല്ലോ, ഇതാണിവൻ്റെ അറിവ്. പഠിക്കാത്ത കില്ലാടി പയ്യൻ. ഇവറ്റകളോടൊക്കെ എന്തിനാ സംസാരിക്കുന്നത് ശ്രുതി? അപ്പോൾ ശ്രുതി ഒന്ന് പറഞ്ഞ് രണ്ടാമത്തതിന് അടിക്കാനായിട്ട് കയ്യോങ്ങാ. ശ്രുതിയുടെ പഠിപ്പിനെങ്കിലും ഒന്ന് ബഹുമാനിച്ചൂടെ നിനക്ക്? സച്ചി അത് കേട്ട് കളിയാക്കി ചിരിക്കുകയാണ്. അയ്യോ എനിക്ക് വയ്യേ. അപ്പോൾ രേവതി പോയിട്ട് പറയാണ്, ബഹുമാനം എന്നത് വയസ്സും പഠിപ്പും നോക്കിയിട്ട് കൊടുക്കേണ്ടതല്ല. എല്ലാ മനുഷ്യരെയും ബഹുമാനിക്കണം. ഇതൊന്നും നിങ്ങൾ രണ്ടുപേരും ഇതുവരെ പഠിച്ചില്ല? അപ്പം ചന്ദ്ര ഇടപെട്ടു. വാ മൂട്, സംസാരിക്കാതിരിക്കുന്ന നിനക്ക് നല്ലത്. അത് ഇവളോട് പറയാമേ. സച്ചി, രേവതി റിലാക്സ്, കൂൾ. ഇവനെ അധികം സപ്പോർട്ട് ചെയ്യുന്നതൊക്കെ ശരി തന്നെ. ഇവൻ എനിക്ക് 50 ലക്ഷം രൂപ തരാനുണ്ട്. ആ ക്യാഷ് നീ തരുമോ? എങ്കിൽ ഞാൻ ഇവനോട് സംസാരിക്കാതിരിക്കാം. കാശ് തരാൻ കഴിയില്ല അല്ലേ? എങ്കിൽ മിണ്ടാതിരിക്കണം. മിണ്ടാതെ പോയി ജോലി ചെയ്. ഏയ് സച്ചി, വേണ്ട. ശ്രുതി പറയാ, എല്ലാവരോടും പെരുമാറുന്നത് പോലെ നീ ശ്രുതിയോട് പെരുമാറണ്ട. പെരുമാറിയാ നീ എനിക്ക് നിന്നെ തല്ലേണ്ടി വരും. സച്ചി കളിയാക്കിയിട്ട് പറയാണ്, നീ തല്ലാനോ? തല്ലാൻ നിനക്ക് കൈ ഉണ്ടായിട്ട് വേണ്ടേ? അപ്പോൾ സച്ചി വീണ്ടും തല്ലിവിടാനായിട്ട് വീണ്ടും പോയി. അപ്പോൾ രണ്ടുപേരും പിന്നെയും തല്ലിലായി. അങ്ങനെ രണ്ടുപേരും നല്ല അടിയിലാണുള്ളത്. ശ്രീകാന്തിനെ പിടിച്ചു വെച്ചിട്ടാണെങ്കിൽ അതും കിട്ടുന്നില്ല. അമ്മ പറയാം, എടാ സച്ചി എന്ന് വിളിക്കുകയാണ്. അപ്പോൾ അച്ഛനോട് വിട്ടിട്ട് പറയാണ്, നിർത്തടാ. അപ്പോൾ രണ്ടുപേരും അടങ്ങി. അച്ഛനടുത്തേക്ക് പോയിട്ട് പറയാണ്, എന്നെ കണ്ടാൽ നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? ചെവി കേൾക്കാത്ത, കണ്ണ് കാണാത്ത ആളാണ് എന്ന് തോന്നുന്നുണ്ടോ? അപ്പോൾ ചന്ദ്ര പറയാണ്, എല്ലാത്തിനും കാരണം ഇവനാ, സച്ചിയെ കാണിച്ചിട്ട്. അപ്പോൾ അച്ഛൻ പറയാണ്, നീ മിണ്ടിപ്പോകരുത്. മക്കൾക്കിടയിൽ ഒരു പ്രശ്നം ഉണ്ടായാൽ അതെങ്ങനെയാണ് തീർക്കാം എന്നാണ് നോക്കേണ്ടത്, അല്ലാതെ അത് കൂടുതൽ വഷളാക്കുകയല്ല വേണ്ടത്. നീ ഒരമ്മയാണോടി? ഒരു മകനെ എടുത്ത് തലയിൽ വെക്കുക, മറ്റൊരു മകനെ എടുത്ത് തറയിൽ വെക്കുക. ഈ രണ്ടുപേരെയും നീ തന്നെ പ്രസവിച്ചതാണോ? ഇവർക്കിടയിൽ ഒരകലം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന് കാരണം നീ തന്നെയാണ്. നീ ഒറ്റൊരുത്തി, അത് ഞാൻ എന്ന് ചന്ദ്ര പറയുമ്പോഴേക്കും വീണ്ടും പറഞ്ഞു അച്ഛൻ, നീ മിണ്ടരുത്, ഇടയിൽ കയറി വരരുത്. എനിക്കെൻ്റെ മക്കളോട് സംസാരിക്കണം. പിന്നെ അച്ഛൻ പറയാണ്, നിങ്ങൾ ഒരേ ചോരയിൽ പിറന്നവരാ. നിങ്ങൾ 2 സഹോദരന്മാരാ. നിങ്ങൾ തമ്മിൽ തല്ലാതെ ഒരുമയോടെ ജീവിക്കുന്നത് കാണാൻ എനിക്ക് ഈ ജന്മം ഭാഗ്യം ഉണ്ടാവണം. സഹോദരന്മാർക്കിടയിൽ ചെറിയ ചെറിയ പ്രശ്നങ്ങളുണ്ടാവാം, അത് സ്വാഭാവികം. പക്ഷേ നാട്ടുകാരുടെ മുന്നിൽ വെച്ച് തമ്മിൽ തല്ലുക, റെസ്റ്റോറൻറ്റിൽ വെച്ച് ആൾക്കാരുടെ മുന്നിൽ വെച്ച് അടിയുണ്ടാക്കുക, ആളുകളൊക്കെ ഈ കുടുംബത്തെക്കുറിച്ച് എന്താ കരുതുക മക്കളെ? അപ്പോൾ ചന്ദ്ര വീണ്ടും ഇടപെട്ടു. എന്നിട്ട് പറയാണ്, അത് സച്ചിയോട് പറഞ്ഞാൽ മതി, അവനാ വീണ്ടും പ്രശ്നം ഉണ്ടാക്കിയത്. അപ്പോൾ അച്ഛൻ, നിന്നോടാ മിണ്ടരുത് എന്ന് പറഞ്ഞത്. ശ്രുതി, എന്ത് പറയുമ്പോഴും ആലോചിച്ച് പറയണം. പിന്നെ ശ്രുതിയോട്, ശ്രുതി പറയുന്നതിന് മുമ്പൊന്ന് ആലോചിക്കണം. സച്ചി, കൈ ഓങ്ങുന്നതിന് മുമ്പ് നീയും ആലോചിക്കണം. ഇക്കാലത്ത് തല്ലുകൂടിയിട്ടുണ്ട്, അതുപോലെയല്ല ഇപ്പോൾ. 2 പേരുടെയും കല്യാണം കഴിഞ്ഞു, ഭാര്യമാരും കൂടെയുണ്ട്. നാളെ ശ്രീകാന്ത് കെട്ടുന്നൊരു പെണ്ണും ഈ വീട്ടിലേക്ക് വരും. ഇങ്ങനെയാ ജീവിക്കുക? ഒരുമയും സ്നേഹവും സന്തോഷവും ഒക്കെ ഉണ്ടാവണം. അപ്പോഴേ കുടുംബം പൂർണ്ണമാവൂ. ഒരു ബസ് ഡ്രൈവറായ ഞാൻ എന്നാൽ കഴിയും വിധം ഒരു കുറവുമില്ലാതെ നിങ്ങളെ വളർത്തി. ഇത്രയും കാലം ഓടുമായിരുന്നു. നീയെങ്കിലും മനസ്സമാധാനത്തോടെ കഴിയണം എന്നാ എൻ്റെ ആഗ്രഹം. അച്ഛൻ കരഞ്ഞുകൊണ്ട് പറയാണ്. അതിന് നിങ്ങൾ വിടില്ല അല്ലേ? നിങ്ങൾക്കും മക്കളുണ്ടാകും. അവർ നിങ്ങളുടെ കൺമുന്നിൽ തല്ലുകൂടുന്നത് നിങ്ങൾ കാണണം. അതിൻ്റെ വേദന എങ്ങനെയുണ്ടെന്ന് അപ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതൊക്കെ കാണാനാണോ ഞാൻ ജീവനോടെ ഇരിക്കുന്നത്? അങ്ങനെയാണെങ്കിൽ ഈ ജീവിതം എനിക്ക് വേണ്ട, ഞാനങ്ങ് പോയേക്കാം. സച്ചിയും ശ്രുതിയും ഒരേ ശബ്ദത്തിൽ പറഞ്ഞു. അച്ഛാ, അങ്ങനെയൊന്നും പറയല്ലേ. അപ്പോൾ ശ്രീകാന്ത് പറയാണ്, അച്ഛൻ വിഷമിക്കാതെ, ഇനി ഇങ്ങനെയൊന്നും ഉണ്ടാവാതെ ഇവർ നോക്കിക്കോളും. ഏയ്, എനിക്ക് തോന്നുന്നില്ല. ദേഷ്യം വരുമ്പോൾ എടുത്തു ചാടിയൊന്നും കാണിക്കാതെ ഒരു 5 നിമിഷം എന്തെങ്കിലും ഒന്ന് ആലോചിക്കുക. ആരുടെ ഭാഗത്താണ് തെറ്റ് എന്ന് അപ്പം മനസ്സിലാവും. ഈ കോപം നമ്മുടെ ശത്രുവാ. അത് നമ്മളറിയാതെ നമ്മെ ശിക്ഷിക്കും. ദ്രോഹിക്കുകയല്ല, പരസ്പരം സ്നേഹിക്കാൻ പഠിക്കുക. ഒന്നുമില്ലെങ്കിലും ഒരേ ചോരയിലടാ നിങ്ങൾ. ഇവരുടെ കാര്യം അങ്ങനെ. വീട്ടിൽ വന്ന മരുമക്കളായ നിങ്ങളെന്താ പരസ്പരം വഴക്കടിക്കുന്നേ? നിങ്ങളൊന്നായാൽ മാത്രമേ ഈ കുടുംബം ഒന്നാവൂ. അല്ലെങ്കിൽ ഇപ്പോൾ രേവതി കരഞ്ഞുകൊണ്ട് മുന്നോട്ട് വന്നിട്ട് പറയാണ്, അച്ഛാ എന്നോട് ക്ഷമിക്ക്. പിന്നെ ശ്രുതിയും സോറി അങ്കിൾ എന്ന് പറഞ്ഞു. പിന്നെ ചന്ദ്രയുടെ അടുത്ത് പോയിട്ട് പറയാണ്, ചന്ദ്രേ, മക്കളെയും മരുമക്കളെയും ഒക്കെ ഒരുപോലെ സ്നേഹിക്കാൻ പഠിക്കേ. അവർക്കിടയിൽ അകൽച്ച ഉണ്ടാക്കരുത്, കുടുംബത്തിൽ ശത്രുത ഉണ്ടാക്കരുത്. സച്ചി പെട്ടെന്ന് തന്നെ മുന്നോട്ട് പോയിട്ട് അച്ഛൻ്റെ തോളിൽ തട്ടിയിട്ട് അച്ഛ എന്ന് വിളിക്കുകയാണ്. അപ്പോൾ അച്ഛൻ ഒന്ന് തിരിഞ്ഞ് നോക്കിയിട്ട് സച്ചിയെ അങ്ങോട്ടേക്ക് മാറ്റി നിർത്തിയിട്ട് പോവുകയാണ്. അച്ഛൻ്റെ സംസാരം കേട്ട് സച്ചി വല്ലാത്ത വിഷമത്തിലായി. അങ്ങനെയാണ് ഇന്നത്തെ കഥ അവസാനിക്കുന്നത്. നാളത്തെ കഥയുമായി വീണ്ടും വരുന്നതാണ്. അതുവരേക്കും സീ യു ഓൾ.